ഹായ് എവരിവൺ, CSIR നെറ്റ് 2025 ജൂണിന്റെ ആപ്ലിക്കേഷൻ ഫോമും എക്സാം ഡേറ്റും റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാത്തവർ എത്രയും പെട്ടെന്ന് കൊടുക്കുക, രജിസ്ട്രേഷൻ ചെയ്യാം. ഇനി എക്സാമിന് ഏകദേശം ഇനി ഒരു 30 ദിവസം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ജൂലൈ 23 തീയതിയാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിലെ എക്സാം ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ദിവസങ്ങളില്ല, ജൂലൈ മുഴുവനില്ല, മിഡോട് കൂടിയിട്ട് എക്സാം നടത്തുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളും ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഇത് ആർക്കൊക്കെ യൂസ്ഫുൾ എന്ന് പറഞ്ഞുതരാം. ഫ്രഷേഴ്സ്, റിപ്പീറ്റേഴ്സ്, വർക്കിംഗ് അക്കാദമിക്സ്. ഇതില് 4 ക്രൈറ്റീരിയാസ് ഉണ്ടെങ്കിലും ഇതിൽ ഫ്രഷേഴ്സും റിപ്പീറ്റേഴ്സും വർക്കിംഗും ആണ് മെയിൻ ആയിട്ട് നമുക്ക് നോക്കണ്ടേ. കാരണം ഫ്രഷേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ BSc പഠിച്ചു കഴിഞ്ഞ് MScക്ക് ജസ്റ്റ് ജോയിൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ, ഫസ്റ്റ് സെം റണ്ണിങ് ആയ ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക്, പിന്നെ 4 ഇയർ ഡിഗ്രി ആണ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 3rd ഇയറിൽ കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ് എക്സാമിന് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാൻ പറ്റും നമുക്ക്. അങ്ങനെയുള്ള ആളുകളാണ് ഒന്ന് ഇതിന് വേണ്ടിയിട്ട് വരിക, അതായത് ഈ എക്സാം എഴുതാൻ വേണ്ടി വരിക. പിന്നെ റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും ഫ്രഷേഴ്സ് എന്ന് പറയുന്നത്. റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലം ഡ്രോപ്പ് കഴിഞ്ഞു, അതായത് MSc കഴിഞ്ഞ് ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇതിനായിട്ട് CSIR നെറ്റ്, JRF അല്ലെങ്കിൽ ഗേറ്റ്, അതർ എൻട്രൻസ് എക്സാംസിന് വേണ്ടി മാത്രം ഇരുന്ന് ഗ്യാപ്പ് എടുത്ത് പഠിക്കുന്ന പല കുട്ടികളുണ്ടായിരിക്കും. അവരെ തന്നെയാണ് ഈ റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. വർക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ, വർക്കിംഗ് സ്റ്റാഫ്സ് എങ്ങനെയാ വെച്ചാൽ ഇപ്പോ ടീച്ചിങ് ആയിട്ട് തന്നെ പലരും പോകണമെന്നില്ല. ടീച്ചിങ് ആയിട്ട് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, നോൺ ടീച്ചിങ് ആയിട്ട് പോകുന്നവരുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ JRF ഇല്ലാതെ തന്നെ പല എൻട്രൻസ് എക്സാംസും, അതായത് ഇപ്പൊ ഗേറ്റോ, ടിഫറോ, ജസ്റ്റോ, അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റി PhD എൻട്രൻസ് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് PhDക്ക് ജോയിൻ ചെയ്തവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലെ. അക്കാദമിക്സ് ആയാലും നമ്മൾ എന്താ പറയുക വെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ PhD ചെയ്യുന്ന കുട്ടികൾ, അങ്ങനെ ഇല്ലെങ്കിൽ ഇവരെ എല്ലാവരും കൂടിയിട്ട് നമുക്ക് അക്കാദമിക്സ് എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്താം. ഇനി 4 ആളുകളാണ്, ആക്ച്വലി 3 ആളുകളെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. കാരണം അക്കാദമിക്സ് എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും വരാം. ഇവര് വരാതെ, അതായത് അതിൽ വർക്കിംഗ് സ്റ്റാഫ്സ് മാത്രമായിരിക്കും മേ ബി അക്കാദമിക്സ് അല്ലാതെ ചിലപ്പോൾ നോൺ അക്കാദമിക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും. അവർക്ക് ഇപ്പൊ ടൈം കുറവൊക്കെ ആയിരിക്കും പഠിക്കാൻ. എന്നാലും അത് ക്രാക്ക് ചെയ്യുന്ന രീതികളൊക്കെ നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഇവർക്കാണ് മെയിൻ ആയിട്ടും CSIR നെറ്റ് എക്സാം നോക്കുന്നത്, അല്ലെങ്കിൽ ഇവരാണ് നോക്കുന്നതെങ്കിൽ ഇവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യം തന്നെ കട്ട് ഓഫിനെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ടായിരിക്കണം. നമ്മളൊരു 10 ഇയർ പേപ്പർ എടുക്കുന്ന സമയത്ത് എപ്പോഴും അതെ PYQs ആണ് നമ്മളുടെ ഏറ്റവും ഹെൽപ്ഫുൾ. ഒരു എക്സാം പാറ്റേണെ മനസ്സിലാക്കി കട്ട് ഓഫിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു 10 ഇയർ അനാലിസിസ് ആണ്. അപ്പോൾ 10 ഇയറിന്റെ അനാലിസിസ് വെച്ചിട്ട് കട്ട് ഓഫിനെ മനസ്സിലാക്കുക. അതായത് ഒരു 5-6 കൊല്ലം മുമ്പ് എന്തായിരുന്നു കട്ട് ഓഫ് CSIRന്, ഈ റീസെന്റ് ഇപ്പൊ നടന്ന കട്ട് ഓഫുകൾ. കാരണം ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് പല സ്റ്റുഡൻസുകളും അല്ലെങ്കിൽ പലരും മെസ്സേജ് ചെയ്തിരുന്നതായിരുന്നു, ഞാൻ നന്നായി ചെയ്തു പോയിരുന്നായിരുന്നു, എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട്, പക്ഷെ കട്ട് ഓഫ് ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറയുന്നവരാ. കാരണം ഇപ്രാവശ്യത്തെ കട്ട് ഓഫുകൾ ഭയങ്കര ഹൈ ആണ്. കാരണം 100 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു JRF എന്ന സ്വപ്നം, ഒരു 80 മാർക്കിന് മേലെ ഉണ്ടെങ്കിലാണ് നെറ്റ് എന്ന സ്വപ്നം ഉണ്ടായിരുന്നത്. കാരണം അത്രയും മാർക്ക് വേണം, അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് അത്രയും മാർക്ക് ക്രാക്ക് ചെയ്താലാണ് നമുക്ക് എന്തുണ്ടാവുക, ഇത്രയും നമ്മുടെ ആ ഡ്രീം ആയിട്ടുള്ള പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും മാർക്ക് എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ അവർ പറയുന്നത് ഇത്രയും കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെയാ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇയർ, അതേ പല പ്രീവിയസ് കട്ട് ഓഫുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഓരോ കൊല്ലം ഓരോ രീതിയിലാണ് കട്ട് ഓഫുകൾ ഉണ്ടാവുക. അപ്പൊ നമുക്കൊരു ധാരണ ഉണ്ടാവണം എത്ര മാർക്ക് വേണം, എന്താണ് കട്ട് ഓഫ് വരിക. ഇനി അടുത്തൊരു പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കട്ട് ഓഫിലേക്ക് എത്തേണ്ടത്, അതായത് മിനിമം എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, എത്ര കട്ട് ഓഫിൽ എത്തിയാലാണ് നമ്മുടെ കാറ്റഗറി അനുസരിച്ച് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കട്ട് ഓഫിന്റെ ധാരണ നമ്മൾ ആദ്യം സെറ്റ് ആക്കണം. അതിനുശേഷം നമ്മളുടെ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഒരു മൈൻഡ് സെറ്റ് ആക്കി വെക്കേണ്ടത്. ഒന്ന്, സെൽഫ് ഡൗട്ട്, ലാക്ക് ഓഫ് ഫോക്കസ്, ഓവർ തിങ്കിങ്, സിലബസ് ഈസ് വാസ്റ്റ്, സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി, ഫാമിലി പ്രഷർ. ഇതൊക്കെയാണ് ഒരു കുട്ടികളുടെ മനസ്സിലുള്ള മെയിൻ പ്രശ്നങ്ങൾ. ഇതിൽ ഏതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഒരു ഡിസ്ട്രാക്ഷൻ വരുത്തരുത് പഠിക്കാതിരിക്കുമ്പോൾ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ സെൽഫായിട്ടൊന്ന് ഡൗട്ട് ചെയ്യണം. അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് CSIR നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റാത്തത് എന്ത്, അതിന്റെ റീസൺസ് നമ്മൾ തന്നെ ഒന്ന് അന്വേഷിക്കണം. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ പല റീസൺസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ പ്രോബ്ലം ചെയ്യാനുള്ള സ്കില്ല് നമ്മളുടെ കയ്യിൽ കുറവായിരിക്കും. ചിലവർക്ക് നല്ലോണം കോൺസെപ്റ്റ് അറിയും, ബേസിക് ഇക്വേഷൻസ് അറിയും,
എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ പ്രോബ്ലം സ്കില്ല് കുറവായിരിക്കും, ബാക്കി കാര്യങ്ങളൊക്കെ ബിൽഡ്. ചിലവർക്ക് എന്താ പ്രോബ്ലം സ്കില്ല് ഉണ്ടായിരിക്കും, ബേസിക് കോൺസെപ്റ്റുകളുടെ കുറവുണ്ടായിരിക്കും. അപ്പോൾ നമ്മളതിനെ നമ്മൾ തന്നെ മനസ്സിലാക്കണം, ഏതാണ് നമുക്ക് വീക്ക് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ലാക്ക് ഓഫ് ഫോക്കസ്, അതായത് ചില കുട്ടികൾക്ക് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇപ്പൊ BSc കഴിഞ്ഞ് MSc ചേരുന്നവര് ചുമ്മാ MSc എന്ന് പറഞ്ഞ് മാത്രം വരുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ MSc കഴിഞ്ഞ് എനിക്ക് PhD വേണം എന്നുള്ളവരും ഉണ്ടായിരിക്കും, പലവരും ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ ഇടയിൽ പല പല എക്സാംസ് ഉണ്ട്. ഇപ്പോൾ PSc പോലുള്ള അതർ എൻട്രൻസ് എക്സാംസ്, അതുപോലെ സ്റ്റാഫ് സെലക്ഷന്റെ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, CSIR നെറ്റ് എക്സാമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മറ്റ് എക്സാമിനെ പറ്റി അറിയാം, നമ്മൾ മെല്ലെ അതിലേക്ക് ചാടാൻ നോക്കും. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളുടെ ഫോക്കസ് നമ്മൾ ഉറപ്പിക്കണം, ഇന്ന എക്സാം ആണ് നമുക്ക് ആദ്യം ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ ഓവർ തിങ്കിങ് പറ്റി കഴിഞ്ഞാൽ ഒരുപാട് കാൽക്കുലേഷൻസ് ആണ്. ഇങ്ങനെ പറ്റുമോ, അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, എനിക്ക് ഇത്ര മാർക്ക് വേണം, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ്. ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഈ എക്സാം വേണോ, അടുത്ത എക്സാം വേണോ. അതായത് ഇപ്പൊ CSIR എഴുതുന്ന സമയത്തായിരിക്കും ഗേറ്റിന്റെ വരിക. അപ്പൊ ഗേറ്റ് പഠിക്കണോ നെറ്റ് പഠിക്കണോ എന്നുള്ള ഡൗട്ട് ആയിരിക്കും. അപ്പോഴേക്കായിരിക്കും ചിലപ്പോൾ ടിഫറിന്റെയും ജസ്റ്റിന്റെയും നോട്ടിഫിക്കേഷൻ വരിക. അപ്പോഴായിരിക്കും മേ ബി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി PhDക്ക് കോൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്താണ്ടാവുന്ന വെച്ചാൽ ഓവർ തിങ്കിങ് ആവുകയാണ്, നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. ഇതൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് കണക്കാക്കിയാൽ മതി. അതുപോലെ തന്നെ സിലബസ് നോക്കുന്ന സമയത്ത് സിലബസ് ഭയങ്കര വാസ്റ്റ് ആണെന്നുള്ളൊരു തോന്നല്. കാരണം അത് എന്തുകൊണ്ടാ വെച്ചാൽ സിലബസിനെ നമ്മളൊരു പാരഗ്രാഫ് ബേസ്ഡ് ഒരു വലിയ PDF ഒക്കെ ആയിട്ട് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഡിഗ്രിക്ക് പഠിച്ചത് അല്ലെങ്കിൽ PGക്ക് പഠിച്ച പോലെ തന്നെയാണ് നെറ്റിന് അല്ലെങ്കിൽ അതർ എൻട്രൻസ് എക്സാംസിന് അതേപോലെ തന്നെ. ഇപ്പോൾ സയൻസ് എന്താണോ സബ്ജക്ട് റിലേറ്റഡ്, നമ്മൾ അതിനെ ഒന്ന് ചുരുക്കി കാണാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നം തീരും. അതായത് ഒരു സിലബസ്, ഒരു ടോപ്പിക്കിനെ നമ്മൾ മൊഡ്യൂളുകളാക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ വാസ്റ്റ് എന്നുള്ള സാധനം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം വാസ്റ്റ് അല്ല, പെട്ടെന്ന് തീരും. മൊഡ്യൂൾ വൈസ് ആക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ സ്ട്രെസ്സും ആങ്സൈറ്റിയും അത് മാറി തന്നെ പറ്റുള്ളൂ. കാരണം ഒരുപാട് സ്ട്രെസ് എടുത്ത് പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരുപാട് പേർക്ക് ഉണ്ടായോ ഇനി എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, അങ്ങനെയല്ല. ഇത് റിലാക്സ് ചെയ്ത് പഠിച്ച് കയറേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഫാമിലി പ്രഷർ, പല ഫാമിലി പ്രഷറും ഉണ്ടായിരിക്കും. കാരണം പഠിക്കുന്ന സമയത്തായിരിക്കും ഇപ്പൊ ഒരു ഹെൽത്തിന്റെ പ്രശ്നം വരും, അല്ലെങ്കിൽ പല രീതിയിലും പല ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ഇതിൽ നിന്നൊന്ന് മാറും. പക്ഷെ തിരിച്ച് നമ്മൾ അതിലേക്ക് വരണം. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് ആദ്യം മൈൻഡിൽ സെറ്റാക്കി വെക്കണം. ഓക്കെ, അതായത് ഡിസ്ട്രാക്ഷൻ ഇല്ലാതിരിക്കണം. ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റണം. CSIR നെറ്റ് ആണെങ്കിൽ നെറ്റ് എക്സാം കഴിഞ്ഞിട്ട് മതി അതർ എക്സാംസ്, അങ്ങനെ തന്നെ ചിന്തിക്കുക. അല്ലെങ്കിൽ മറ്റ് എക്സാംസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നെറ്റ് വേണ്ട. കാരണം എന്താ വെച്ചാൽ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നമ്മൾക്ക് മൈൻഡ് പോകും. അല്ലെങ്കിൽ നമ്മൾ എന്താ നല്ല ബേസിക് കോൺസെപ്റ്റ് ആയി. അതായത് നെറ്റ് പഠിക്കുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിന്റെ, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി, മാത്സ് ആണെങ്കിൽ മാത്സ്, ഏത് സബ്ജക്റ്റ് ആണ് അതിന്റെ ബേസിക് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടാണ്, അല്ലെങ്കിൽ അതായത് ഒരു മൈൽ സ്റ്റോൺ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് മറ്റ് എക്സാംസിന് അത് യൂസ്ഫുൾ ആണ്. അപ്പോൾ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, CSIR നെറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുക. അത് മറ്റ് എക്സാംസിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ CSIR നെറ്റ് എക്സാം ആയതിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അങ്ങനെ 3 സബ്ജക്റ്റുകളാണ് ഉള്ളത്. അതർ സബ്ജക്ട്സും ഉണ്ട്. എന്തായാലും നിങ്ങൾ ആ സബ്ജക്ട് എടുക്കുക. സബ്ജക്ട് എടുത്തിട്ട് അതിന് എത്ര ഭാഗങ്ങൾ ഉണ്ട്, അതായത് എക്സാം പാറ്റേണെ പറ്റിയിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഫിസിക്സ് എക്സാം ആണെങ്കിൽ അതിന് 3 ഭാഗങ്ങളുള്ളത്. അതായത് ABC. അല്ലെ, A എന്ന് പറയുന്നത് റീസണിങ് ആണ്. അത് എല്ലാ സബ്ജക്റ്റിനും റീസണിങ് ഉണ്ടായിരിക്കും. Bയും C ആണ് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. അത് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് 20, 25, 30. അതായത് റീസണിങ്ങിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ്, അതുപോലെ ഫിസിക്സ് 2 റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്സ് സബ്ജക്ട് വരുന്ന ഭാഗങ്ങളിൽ എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് എഴുതാം. അതായത് 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 20ഉം എഴുതണ്ട. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് 5 ക്വസ്റ്റ്യൻസ് 6 ക്വസ്റ്റ്യൻസോളം അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസോളം നമുക്ക് എന്ത് ചെയ്യാം, വേണ്ടാന്ന് വെക്കാം. നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് വിടാം. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് വീതം ഓരോ ഭാഗത്തു നിന്നും വിടാം. അങ്ങനെയാണ് 20 ക്വസ്റ്റ്യൻ, 25 ക്വസ്റ്റ്യൻ, 30 ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് 15, 20, 20. അപ്പൊ 30 ക്വസ്റ്റ്യൻ ഉള്ളിടത്ത് 20 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി നമുക്ക്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറവാണ്. മാത്രമല്ല നമുക്കറിയുന്ന കാര്യം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എല്ലാം എഴുതണ്ട, ആവശ്യമുള്ളത് മാത്രം എഴുതി പോരാ. പിന്നെ ഇതിന്റെ ഒരു നെഗറ്റീവ് പാർട്ടാണ് നെഗറ്റീവ് മാർക്ക് എന്നുള്ളത്. കാരണം നിങ്ങൾ കണ്ടു, അതായത് റീസണിങ് ആണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും എന്താണ് 2 മാർക്ക് വെച്ചിട്ടാണ്. ഫിസിക്സ് ആയാലും സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റ് ആയാലും പാർട്ട് ബിക്ക് 3.5ഉം പാർട്ട് സിക്ക് 5 മാർക്കും. അതായത് പാർട്ട് സി 5 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും. അതേപോലെ തന്നെ കട്ട് ഓഫും, അതായത് നെഗറ്റീവ് വന്നാലും അതുപോലെ കുറയുന്നുണ്ട്. 1.25 ഉണ്ട്. ബിക്കാണ് 0.875,
ഫസ്റ്റ് റീസണിങ് ആണെങ്കിൽ 0.5. മിക്ക കുട്ടികൾക്കും റീസണിങ് എല്ലാം കറക്റ്റ് ആവാറുണ്ട്. കാരണം ഒരു ലോജിക്ക് വെച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരാറുള്ളത്. ഈ ബിയും സിയും സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നെഗറ്റീവ് കൂടുന്നത്. അത് ബിയും സിയും സിയിലാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ഫിസിക്സ്. പക്ഷെ ഫിസിക്സുകാരെ അപേക്ഷിച്ചിട്ട് 9 സബ്ജക്റ്റുകളിൽ 4 സബ്ജക്റ്റ്, വളരെ എളുപ്പമുള്ള 4 സബ്ജക്റ്റും വരുന്നത് പാർട്ട് സിയിലാണ്. ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നത് പാർട്ട് സിയിലാണ്. പാർട്ട് ബിയിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, അത് ക്വാണ്ടം മെക്കാനിക്സ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, ഇലക്ട്രോണിക്സ് ഒക്കെയാണ് അതിൽ വരുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തു നിന്നാണ് വരാറുള്ളത്. സിയിലാകുമ്പോൾ ഒന്നും കൂടി ഫെമിലിയർ ആയിട്ടുള്ള ആറ്റോമിക് ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, കണ്ടൻസർ മാറ്റർ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ് ഒക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിന്നാ വരിക. അപ്പൊ മിക്ക കുട്ടികൾക്കും പാർട്ട് സിയിലാണ് കുറച്ചും കൂടി സ്കോറിംഗ് ഉണ്ടാവാറുള്ളത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 10-12 കൊല്ലത്തെ PYQs എടുത്ത് നമ്മൾ നോക്കണം. ഓരോ കൊല്ലം ഓരോ ഭാഗത്തു നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. എക്സാമ്പിൾ, ഇപ്പൊ ഈ കഴിഞ്ഞ എൻട്രൻസ് എക്സാമിന് CSI നെറ്റിന്റെ എക്സാംസ് എടുത്തപ്പോൾ കൂടുതലും ക്വസ്റ്റ്യൻസ് PYQs തന്നെയായിരുന്നു. അതായത് പണ്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ചില വാല്യൂസുകൾക്ക് മാത്രമേ മാറ്റുള്ളൂ. അപ്പൊ PYQs ചെയ്ത ഒരു വ്യക്തിക്ക് എന്താ, ഇത് ഞാൻ ചെയ്ത PYQ ആണല്ലോ, ഇതേ മെത്തേഡ് ആണല്ലോ ഇതിൽ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം വരും. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസും ഇപ്പൊ തെർമോഡൈനാമിക്സ് 4 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത് 5 മാർക്കിനെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ ബിയിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ തെർമോഡൈനാമിക്സ് നന്നായി പഠിച്ച ഒരാൾക്ക് എന്താ തെർമോഡൈനാമിക്സിന്റെ 5 ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ സബ്ജക്റ്റുകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോ ഈവൻ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് ഇഷ്ടം, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇലക്ട്രോ ഡൈനാമിക്സ് ഇഷ്ടമുള്ള ഒരാളാണ് വിചാരിക്കുക, അല്ലെങ്കിൽ കണ്ടൻസർ മാറ്റർ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാ വരുന്നത്, അതിനെന്താ പ്രാധാന്യം എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കട്ട് ഓഫ് അനുസരിച്ചിട്ട് നിങ്ങളൊരു 40%, അതായത് 200 മാർക്കിനാണ് ഉണ്ടാവുക, അതിന്റെ 40-46% മേലെ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം. അതായത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഒരു 90 മാർക്കാണ്. എങ്കിൽ നമുക്ക് സെക്യൂർ ആയിട്ട് LS പൊസിഷൻ കിട്ടും, അതായത് ലെക്ചർഷിപ്പിന്റെ പൊസിഷൻ കിട്ടും. അതിലും കൂടുതൽ മാർക്ക് വരുമ്പോഴാണ് JRF വരുന്നത്. അപ്പൊ നമ്മൾ ഒരു 90 മാർക്ക് എയിം ചെയ്ത് പഠിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അത് പ്രീവിയസ് ഇയേഴ്സ് അനാലിസിസ് ചെയ്ത് ഈ കട്ട് ഓഫുകളും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പോയിന്റ്സുകൾ ഒന്ന് നോക്കുക. സ്റ്റാർട്ട് വിത്ത് ഈസിയസ്റ്റ് യൂണിറ്റ്, ക്രിയേറ്റ് എ സ്റ്റഡി എൻവയോൺമെന്റ്, മേക്ക് എ സ്റ്റഡി പ്ലാൻ, വിഷ്വലൈസ് സക്സസ്, ടാർഗറ്റ് ഓൾ യൂണിറ്റ്സ്. അതായത് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് ഓരോ യൂണിറ്റുകൾ എടുക്കുമ്പോൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയെടുക്കുക. അതായത് നിങ്ങൾക്ക് പഠിച്ച് കഴിയും. അതായത് നിങ്ങൾക്ക് ഒരു 2 ദിവസം കൊണ്ട്, ഇപ്പൊ ഒരു 30 ദിവസത്തെ പ്ലാൻ നിങ്ങൾ ആദ്യം ഉണ്ടാക്കുക. ഒരു സ്റ്റഡി പ്ലാൻ, മേക്ക് എ സ്റ്റഡി പ്ലാൻ. 30 ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും ഒരു 3 സബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങൾ ഒരു 8 മണിക്കൂറെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. 8 മണിക്കൂർ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളും ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കും ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി വർക്കിംഗ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് PhD ചെയ്യുന്നവരോ അക്കാദമിക്സ് ആയിട്ടോ നോൺ അക്കാദമിക്സ് ആയിട്ടോ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു 4 മണിക്കൂർ ഇതിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരെന്ത് ചെയ്യണം, ഒരു സ്റ്റഡി പ്ലാൻ, നിങ്ങൾക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റും എന്നുള്ളതിന്റെ രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ദിവസം 2 സബ്ജക്റ്റെങ്കിലും പഠിച്ചിരിക്കണം. അത് അതിന്റെ PYQസും ഒരു ഷോർട്ട് നോട്ടും ഫോർമുല ബുക്കും ഒക്കെ ഉണ്ടാക്കി അത് നല്ല വൃത്തിക്ക് പഠിച്ചിരിക്കണം. ഓക്കെ, ആ സ്റ്റഡി പ്ലാൻ ആണ് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ്. ഈ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ സിലബസിനെ എടുക്കുക. സിലബസ് എടുത്തിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ടോപ്പിക്, ഇപ്പൊ എക്സാമ്പിൾ കണ്ടൻസർ മാറ്റർ ആണെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവുക ഒരുപാട് ടോപ്പിക്സ് എഴുതിയിട്ട് അതിനെ നിങ്ങൾ മൊഡ്യൂളുകളാക്കുക. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ ആദ്യത്തെ ആണെങ്കിൽ ബേസിക് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് പറഞ്ഞിട്ട് ഒരു മൊഡ്യൂൾ ആക്കുക. അതിൽ 5-6 ടോപ്പിക്കുകൾ എടുക്കുക. അടുത്ത മൊഡ്യൂൾ 2 ആണെങ്കിൽ അതിൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് അത് ആഡ് ചെയ്യുക. അങ്ങനെ സൂപ്പർ കണ്ടക്ടിവിറ്റി, അങ്ങനെ എന്ത് ചെയ്യുക, ഓരോ മൊഡ്യൂളുകളാക്കുക. ആ സിലബസിലെ ആ ടോപ്പിക്കിനെ തന്നെ നിങ്ങൾ ഒരു 5 മൊഡ്യൂളാക്കുക. ഈ 5 മൊഡ്യൂളിന് 5 ദിവസം പഠിക്കുക. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതാണ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം എന്ന് പറയുന്നത്. സ്റ്റഡി പ്ലാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള യൂണിറ്റ്, ഇപ്പൊ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എല്ലാവരും പഠിക്കുന്ന ഒരു കാര്യം, സിമ്പിൾ ക്യൂബിക്, ബോഡി സെന്റർ, ഫേസ് സെന്റർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടും. സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടിയ പിന്നെ മെല്ലെ നമ്മൾ ആ ഒരു ജേർണിയിലേക്ക് എൻ്റർ ചെയ്തോളും. അതുകൊണ്ടാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള യൂണിറ്റ് എടുത്ത് പഠിക്കാൻ പറയാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് അറിയുന്ന സാധനമാണല്ലോ, എന്നാലും സാറില്ല, അത് റിവൈസ് ചെയ്ത് നിങ്ങൾ ആ സ്റ്റെപ്പിലേക്ക് ഇറങ്ങുക. അതായത് പഠനം എന്നുള്ള ആ ഒരു ജേർണിയിലേക്ക് ആദ്യം ഇറങ്ങുക. അതിനുശേഷം നിങ്ങൾ ഒരു
സ്റ്റഡി എൻവയോൺമെന്റ്, അതായത് നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് നിങ്ങളുടെ എൻവയോൺമെന്റ് അത്രയും പക്കയായിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മൈൻഡ് സെറ്റ് പല കുട്ടികളുടെയും പല രീതിയിലായിരിക്കും. ഒരു ഫാമിലി പ്രഷർ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഓവർ തിങ്കിങ് ഉള്ള ഒരാളായിരിക്കും. ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അയ്യോ ഞാൻ ഇത് പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് ചാടും. പല പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. അറിയാം, പെട്ടെന്നായിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു റീല് വരിക. ചിലപ്പോൾ നിങ്ങൾ ആ റീല് കാണും, പോകും. പിന്നെ അങ്ങനെ തന്നെ നിങ്ങളുടെ സമയം പോകും. അങ്ങനെ പല ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ഇടയിൽ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് അതിന്റെ ചുറ്റുപാടും അതേപോലെ തന്നെ ആക്കുക. ബുക്സ് തന്നെ വെക്കുക. അതായത് പഠിക്കണം എന്നുള്ളൊരു ചിന്ത ആദ്യം ഫോക്കസ് കൊണ്ടുവരിക. നമ്മളുടെ സെൽഫായിട്ട് നമുക്ക് എന്താ പ്രശ്നം, ഇപ്പൊ പ്രോബ്ലം ചെയ്യാൻ കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് കുറച്ച് സമയം കൂടുതൽ എടുക്കണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് എന്തൊക്കെ ഇക്വേഷൻസ്, ഷോർട്ട് ട്രിക്ക് എന്തെങ്കിലും ഉണ്ടോ, ഇപ്പൊ ക്യൂബ് റൂട്ട് കാണാനുള്ളത്, സ്ക്വയർ റൂട്ട് കാണാനുള്ളത്, എക്സ്പോണൻഷ്യലിന്റെ വാല്യൂസ്, ലോഗിന്റെ വാല്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് പഠിക്കുക. അതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുക കേട്ടോ സോഷ്യൽ മീഡിയാസ്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, മാക്സിമം ഡിസ്ട്രാക്ഷൻസ് കുറച്ചിട്ട്. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വിഷ്വലൈസ് ചെയ്യണം. കാരണം പഠിക്കാനിരിക്കുമ്പോൾ ഒരു ഹ്യൂമൻ ആണ് നമ്മൾ, എന്തായാലും നമ്മളൊന്ന് ഡീമോട്ടിവേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. കുറെ കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ തോന്നും അയ്യോ വേണോ വേണ്ടേ, ഞാൻ പഠിക്കുന്നത് ശരിയാണോ. നമുക്ക് നമ്മളെ തന്നെ ഡീമോട്ടിവേഷൻ ആവാനുള്ള ചാൻസുകൾ ഒരുപാടുണ്ട് പല രീതിയിലും. പക്ഷെ നമ്മളുടെ സക്സസ് വിഷ്വലൈസ് ചെയ്യുക. അതായത് ഞാൻ ഇന്ന സാധനം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ CSIR നെറ്റ് JRF എന്നുള്ള ഒരു പോസ്റ്റിങ്, റാങ്കിങ്, ആ ടാഗ് വളരെ വലുതാണെന്നുള്ള കാര്യങ്ങളൊക്കെ സെൽഫായിട്ട് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഈ വിഷ്വലൈസേഷൻ സക്സസിന് ഭയങ്കര ഒരു കീവേഡാ കേട്ടോ. അപ്പോൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം എന്താ മെല്ലെ ചെയ്യേണ്ടത് വെച്ചാൽ ടാർഗറ്റ് ഓൾ യൂണിറ്റ്സ്. അതായത് നമ്മൾ PYQs എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കൂടുതൽ മാർക്ക് ചില സബ്ജക്റ്റുകൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഉള്ള സബ്ജക്റ്റുകൾ എടുത്തു വെച്ചിട്ട് അതിന്റെ എല്ലാ യൂണിറ്റുകളും കവർ ചെയ്യണം. അതായത് നിങ്ങൾ പഠിക്കുന്നതിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കവർ ചെയ്യണം. കാരണം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതില്ല. ചിലപ്പോൾ നമ്മൾ വിടുന്ന ഭാഗത്തു നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നുണ്ടാവും, ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഭാഗത്തു നിന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു ഇൻട്രാക്ഷൻസ്, ന്യൂക്ലിയർ ഫിസിക്സ് എടുക്കുന്ന സമയത്ത് സ്ട്രോങ് ഇൻട്രാക്ഷൻ, വീക്ക് ഇൻട്രാക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ, ഈ 3 ഇൻട്രാക്ഷൻസ് കാണാനും കാര്യങ്ങളൊക്കെ പഠിക്കും. പക്ഷെ നമുക്ക് നമ്മൾ പഠിക്കാത്ത 2-3 കാര്യങ്ങൾ ചിലപ്പോൾ ലൈഫ് ടൈം പഠിക്കില്ല, ചിലപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് പഠിക്കില്ല. അങ്ങനെയുള്ള അത് ഇപ്പോ ഏതൊക്കെ DKകളിലാണ് കാണപ്പെടുക, ഇതൊന്നും ചിലപ്പോൾ നമ്മൾ നോക്കില്ല. മിക്കതും ലൈഫ് ടൈം ഒന്നും നമ്മൾ നോക്കുകയില്ല. അതിന്റെ ലൈഫ് ടൈം എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണെന്നൊന്നും. ചിലപ്പോൾ അതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരിക. ഒരു PYQ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാ. ചിലപ്പോൾ കാണാം ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ പറ്റി ചോദിക്കുന്നതൊക്കെ. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പഠിക്കുന്ന സാധനത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുക്കുന്ന സമയത്ത് അതിന്റെ എല്ലാ യൂണിറ്റും കവർ ചെയ്യാൻ നോക്കണം. അത് മുഴുവൻ കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്നാലും എല്ലാ യൂണിറ്റുകളിലേക്കും നമ്മുടെ കണ്ണെത്തണം. നമ്മുടെ എല്ലാ ആ ഭാഗങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, അതിന്റെ ചിലപ്പോൾ PYQs ഉണ്ടാവില്ല, എന്നാലും 1-2 ഉണ്ടെങ്കിൽ അത് വരെ ഒന്ന് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇതിന് നമ്മുടെ CSIR നെറ്റ് എക്സാമിന്റെ ഒരു 50% നമ്മുടെ കഴിയും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഇരിക്കലാണ് നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി. അതാണ് ഒരു 50%. ബാക്കി 50% പിന്നെ പിന്നാലെ നമ്മൾ ചെയ്തോളൂ. കാരണം നമ്മളൊന്ന് എൻട്രി ചെയ്യേ വേണ്ടോ, സ്റ്റഡീസ് എന്നുള്ള ആ ഒരു വേൾഡിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ നമ്മൾ പഠിച്ചു തുടങ്ങിക്കോളും. ഓക്കെ, അപ്പൊ നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ സെറ്റ് ആക്കണം. 30 ദിവസം അല്ലെങ്കിൽ ഒരു 25 ദിവസത്തേക്കുള്ള സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് ടൈമിന്റെ അളവ് കൂട്ടണം. അവർ എന്തായാലും കൂട്ടിയേ പറ്റുള്ളൂ. ഒരു 4 മണിക്കൂർ 6 മണിക്കൂർ കൂട്ടി വേണം പഠിക്കാൻ. അല്ലാതെ നമുക്ക് ഒരിക്കലും കിട്ടില്ല, 1 മണിക്കൂർ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ കൂട്ടി ഇതിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് CSIR നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.